ലൈറ്റ് ടു ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാതാപിതാക്കളെയും കുട്ടികളെയും യുവജനങ്ങളെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ഒത്തിരി മാസങ്ങളായിട്ട് പലപ്പോഴും പല മാതാപിതാക്കളും പറയുന്നതാണ്, നമുക്ക് ലൈറ്റ് ടു ലൈഫ് കരിയറിൽ കുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷിലെ ക്ലാസ്സുകളുണ്ട്, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ക്ലാസ്സുകൾ മലയാളത്തിലും കൂടി അത് ചെയ്യണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചാനലിൽ തന്നെ ഇനി മുതലുള്ള എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള അവരുടെ പഠനം, അവരുടെ ജോലി മേഖലകൾ, അവരുടെ ഭാവി ജീവിതങ്ങൾ, അവരുടെ സ്വഭാവ രൂപീകരണം, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള മെഡിറ്റേഷനുകൾ, ഓരോ മെഡിറ്റേഷനും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. അതിനുള്ള മെഡിറ്റേഷനുകൾ ഒക്കെ പ്രത്യേകമായിട്ട് നമ്മൾ മലയാളത്തിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും വിജയപ്രദമായത് മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. സാധിക്കുന്ന എല്ലാവരിലേക്കും ഇത് ഒന്ന് എത്തിക്കാനായിട്ട് കൂടി പരിശ്രമിക്കണമെന്ന് കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മളെല്ലാവരും പ്രത്യേകമായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. പിള്ളേരാണെങ്കിൽ, കുട്ടികളാണെന്ന് വിചാരിക്കും എത്രയും കുറച്ച് സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് പഠിച്ചു തീർത്ത് അവരുടേതായ കളിയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ പോകാനായിട്ട് ശ്രദ്ധിക്കുന്നവരാണ് കുട്ടികളെല്ലാവരും. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കാനായിട്ട് പോകുക, നമുക്കറിയാം നമ്മളെ സ്മാർട്ട് ലേണിംഗ് ടെക്നിക്കുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എങ്കിലും പുതിയ 1-2 സ്മാർട്ട് ലേണിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പഠനങ്ങളെ ഏറ്റവും ഈസിയാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതിനെ കുറിച്ചാണ്. ഒന്നാമത്തെ സ്മാർട്ട് ലേണിംഗ് ടെക്നിക്കാണ് SQ3R മെത്തേഡ്. SQ3R മെത്തേഡ്. നമുക്കറിയാം, എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക സർവേ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു ലെസൺ പഠിക്കാനായിട്ട് പോകുക, ഒരു പാഠം പഠിക്കാനായിട്ട് പോവുക. അപ്പോൾ പഠിക്കാനായിട്ട് പോകുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ ആ പാഠത്തിൻ്റെ പിന്നിലുള്ള ക്വസ്റ്റ്യൻ നോക്കി അത് പഠിക്കും. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ഒരു വിഭിന്നമായിട്ട് നമ്മൾ SQ3R മെത്തേഡ് എങ്ങനെ നമ്മുടെ പഠനങ്ങളിൽ നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ എങ്ങനെ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നത്, ന്യൂസ് പേപ്പർ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം ടു മാക്സിമം അതിൻ്റെ ഹെഡിങ് വായിക്കും, അതിൻ്റെ സബ് ഹെഡിങ് വായിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ന്യൂസിനെ കുറിച്ച് ചെറിയൊരു അറിവൊക്കെ കിട്ടുമല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പാഠം, ഇപ്പോൾ നമുക്കറിയാം, ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്, അത് ഹിസ്റ്ററിയുടെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ലെസൺ ആണെന്നുണ്ടെങ്കിൽ, ഒരു പാഠമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മളതിന് സർവേ ചെയ്യണം. എങ്ങനെ സർവേ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം അതിൻ്റെ ഹെഡിങ് വായിക്കണം. ഓരോ ഹെഡിങ്ങിൻ്റെ അടി ചിലപ്പോൾ ഒരുപക്ഷെ സബ് ഹെഡിങ്സ് കാണും, അത് വായിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ചാർട്ടുകൾ, പല ചാർട്ടുകളും ടേബിളുകളും ഒക്കെ ചില പാഠങ്ങളിൽ കാണും, ചാർട്ടുകൾ അല്ലെങ്കിൽ പടങ്ങൾ, അതൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ എന്താണ്, നമുക്ക് ഏകദേശം നമുക്ക് ആ പാഠത്തിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി. ഈ പാഠം ഇന്ന വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പാഠങ്ങളാണ്. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതാണോ പഠിക്കാൻ പോകുന്നത് അതിനെ നമ്മൾ സർവേ ചെയ്യുക. അത് നമ്മളൊരു 5 മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചാൽ സർവേ ചെയ്യുക. സർവേ ചെയ്തതിനു ശേഷം അടുത്ത കാര്യം എന്താണ്? SQ സ്റ്റാൻഡ്സ് ഫോർ ക്വസ്റ്റ്യൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. നമ്മൾ ഓരോ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്കറിയാം, ഇപ്പം നമ്മൾ കെമിക്കൽ കോൺഫിഗറേഷനെ കുറിച്ചാണ് പഠിക്കുന്നത് വെക്കുക. അപ്പോൾ ഒരു ഹെഡിങ് നമ്മൾ വായിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വായിച്ച ഓരോ ഹെഡിങ്ങിൻ്റെയും സബ് ഹെഡിങ്ങിൻ്റെയും എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് കെമിക്കൽ കോൺഫിഗറേഷൻ? എന്താണ് കെമിക്കൽ കോൺഫിഗറേഷൻ? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത്? അപ്പോൾ ഓരോ ഹെഡിങ്ങിൻ്റെയും സബ് ഹെഡിങ്ങിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കി. ഒന്ന് നമ്മൾ സർവേ ചെയ്തു, S സ്റ്റാൻഡ്സ് ഫോർ സർവേ. രണ്ടാമത് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. അതിനുശേഷം ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത കാര്യമാണ് 3 R'കളാണ്. ഇംഗ്ലീഷിലെ 3 R അക്ഷരമുള്ള 3 R ആണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ R കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക റീഡ് എന്ന് പറഞ്ഞാൽ നമ്മളത് വായിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒന്ന് സർവേ ചെയ്തു, നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ, അത് ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ വായിക്കണം. നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. നമ്മളിപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 12 പരീക്ഷ എഴുതാനായിട്ട് പോവുക. നമ്മൾ എഴുതുന്ന എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സ് ചിലപ്പോൾ ഒരു പക്ഷേ വായിച്ചു നോക്കിയെന്ന് പറയില്ല. അവർക്ക് എന്ത് ചെയ്യും? ആൻസർ കീകൾ കൊടുത്തിട്ട് വേണം, നോക്കിയിട്ടാണ് അവർ പേപ്പർ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ വായിക്കുന്ന സമയത്ത് കീവേഡ്സുകളൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതൊക്കെയാണ് കീവേഡ്സ്? ഈ ഉത്തരത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ്? അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് കൃത്യമായിട്ട് വായിക്കുകയും അത് ഓർത്തിരിക്കാനായിട്ടും പ്രത്യേകമായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്.
അത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ ഒരു പുതിയ ടെക്നിക്ക് ഇതിന് ശേഷമുള്ള ഒരു സെഷനിൽ എങ്ങനെയാണ് കീവേഡ്സ് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കുക അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സർവേ ചെയ്തു, നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എഴുതി, അതായത് നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യനെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങൾ കൃത്യതയോടെ വായിച്ച് കീവേഡ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ആറ് എന്ന് പറഞ്ഞാൽ റിസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ വായിക്കുന്നതിന് ശേഷം നമ്മൾ ഈ വായിച്ച കാര്യങ്ങളെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യണം, ചുരുക്കണം. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷിൽ ഒരു കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലാംഗ്വേജ് നമ്മുടെ മദർ ടങ്ങായിട്ട് നിൽക്കുന്നത്, നമുക്ക് കൂടുതൽ അറിയുന്നത് മലയാളമാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ മലയാളത്തിലേക്ക് നമ്മൾ ഓർക്കുന്നത് എന്താ സംഭവം ഒന്ന് നമ്മൾ കാണാപ്പാഠം ബൈ ഹാർട്ട് പഠിക്കില്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചെങ്കിലാണ് നമ്മൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ, ഈ കാര്യം ഇന്ന കാര്യത്തിനാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തിനു ശേഷം ചെയ്യണം, നമ്മൾ അതിനെയല്ല നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്യണം. സർവേ ചെയ്തു, നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി, അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ ആദ്യത്തെ 6 എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചു, കീവേഡ്സുകളൊക്കെ കണ്ടുപിടിച്ചു, അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ അതൊന്ന് സമ്മറൈസ് ചെയ്തു, നമ്മുടേതായ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ട് നമ്മൾ അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്തു. അതിനുശേഷം അടുത്ത കാര്യം എന്താണ്, അപ്പം തന്നെ നമ്മളൊരു പെട്ടെന്നൊരു റിവിഷൻ, ക്വിക്ക് റിവിഷൻ എന്ന് പറയാല്ലേ, പെട്ടെന്ന് റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ബ്രെയിൻ ഈ ഭാഗത്താണ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റിവിഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് കണ്ണടച്ചിരുന്ന് നമ്മളൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് നമ്മൾ പതുക്കെ കണ്ണ് തുറന്ന് നമ്മുടെ കണ്ണിൻ്റെ ഈ കൃഷ്ണമണി നമുക്കറിയാം അതിങ്ങനെ മുകളിലേക്ക് കൊണ്ടുവെക്കണം. അതിനുശേഷം നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഓർക്കാനായിട്ട് നോക്കുക. അതിനുശേഷം കണ്ണടച്ചിരുന്നിട്ട് പഠിച്ച കാര്യങ്ങളെ കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ഇതിനെ ഫോട്ടോഗ്രാഫിക് മെമ്മറി പാറ്റേൺ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ കുറേ ദിവസം ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, എങ്ങനെയാണ് ഫോട്ടോഗ്രാഫിക് മെമ്മറി പാറ്റേൺ ഒക്കെ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പല കാര്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഓർക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തു. അടുത്ത കാര്യമാണ് റിവ്യൂ എന്ന് പറഞ്ഞാൽ റിവിഷൻ ചെയ്യുക. അപ്പം SQ3R മെത്തേഡ് ഇതുപയോഗിച്ച് നമ്മുടെ പഠനത്തെ ഏറ്റവും ഈസിയാക്കി മാറ്റാനായിട്ട് നമ്മൾ സാധിക്കും. നിങ്ങളെന്ത് ചെയ്യണം, ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം, ഇപ്പോൾ നമുക്കറിയാം പുതിയ കുട്ടികളൊക്കെ 10ലേക്കും 12ലേക്കും ഒക്കെ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ തുടക്കത്തിൽ തൊട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് സീരിയസ് ആകണം. സീരിയസ് ആണെങ്കിലാണ് അല്ലെങ്കിൽ പരീക്ഷയുടെ അവസാന ദിവസം പഠിക്കാം എന്ന് വിചാരിച്ച് നമ്മളിരിക്കില്ല. പരീക്ഷയാകുമ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഒരുങ്ങേണ്ടതിനെക്കുറിച്ചുള്ള പുതിയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ലൈഫ് ടു ലൈഫിൻ്റെ SQ3R മെത്തേഡ് നമ്മുടെ പഠനങ്ങളിലൊന്ന് കൂട്ടിച്ചേർക്കാം. ഞാൻ പറഞ്ഞില്ലേ, അരമണിക്കൂർ നമ്മൾ പഠിക്കാണ്ട് ഉപയോഗിക്കുന്ന ഒരു സമയം നമുക്ക് 15 മിനിറ്റ് കൊണ്ട് SQ3R മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കാൻ, അതിൻ്റെ വ്യക്തമായ ധാരണയോടുകൂടി എന്താണ് ആ കാര്യം എന്നുള്ള ബോധ്യത്തോടു കൂടി പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. SQ3R മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ പഠനങ്ങളെ നമുക്ക് ഏറ്റവും എളുപ്പമാക്കി മാറ്റാം. അതിനായിട്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് പഠിക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്.